വിഴിഞ്ഞത്തുള്ള പോർട്ട് കടലിലാണ്, അറേബ്യൻ സീ. ഇതാ ദുബായ് പോർട്ടെത്തി. ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് നമ്മൾ ഇറക്കുമതി ചെയ്ത ചരക്കുകളുടെ പെട്ടികൾ അവിടെ കാണാം, കപ്പൽ കാണാം. നിങ്ങൾ കാഴ്ച കണ്ടു കൊടുക്കണം. പ്ലസ് ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനും എൻ്റെ സുഹൃത്തുക്കളും കൂടി വന്നിരിക്കുന്നത് എറണാകുളം ഹൈക്കോർട്ടിൻ്റെ അടുത്തുള്ള ബോട്ട് സർവീസിലാണ്. ഇവിടെ പലതരത്തിലുള്ള ബോട്ട് സർവീസുകളുണ്ട്. സ്പീഡ് ബോട്ടുണ്ട്, ക്രൂയിസ് ഉണ്ട്, ഡബിൾ ഡെക്കറായിട്ടുള്ളതൊക്കെ ഉണ്ട്. അങ്ങനെ പലവിധമുണ്ട്. അതുപോലെ നമുക്ക് അരമണിക്കൂർ വേണമെങ്കിൽ തൊട്ട് 1 മണിക്കൂറിനുള്ളത് ടൈമിങ്ങിലുള്ളത് കിട്ടും. 5 മണിക്കൂറുള്ള സർവീസ് ഉണ്ട്. ഇതിനും വളരെ ലളിതമായ ചാർജുകളൊക്കെ ഉള്ളൂ. ഞങ്ങൾ ഇന്നിവിടെ എടുത്തത് 1 മണിക്കൂറിൻ്റെ ഒരു സർവീസാണ്. ഒരു പഴയ ബോട്ടാട്ടോ നമുക്ക് കിട്ടുകയാണ് വന്നത്. അപ്പോൾ അവിടെ പലതരം ബോട്ടുകളുണ്ടായിരുന്നു. ആ സമയത്ത് എന്നപ്പോൾ ഞങ്ങൾ വൈകിട്ട് 4:30 മണിക്കാണ് ചെന്നത്. അപ്പോഴത്തേക്കും ഞായറാഴ്ചയായിരുന്നു, നല്ല തിരക്കുണ്ടായിരുന്നു. പെട്ടെന്ന് ഞങ്ങൾ ഒരെണ്ണം പിടിച്ചു. അത് 1 മണിക്കൂർ ഇതാണ്. അവർ പറഞ്ഞ 5 സ്പോട്ടുകളിൽ നിങ്ങളെ കൊണ്ട് എത്തിക്കുമെന്നാണ് പറഞ്ഞത്. ഒന്ന് ഗോശ്രീ, കോൾഗാട്ടി, നമ്മുടെ ഫോർട്ട് കൊച്ചി, അങ്ങനെ കറങ്ങി ഇങ്ങനെ വരും. 1 മണിക്കൂർ വളരെ പതുക്കെയാണ് ഇവർ ഓടിച്ചത്. ഒരു ഗൈഡ് ഉണ്ടായിരുന്നു. ഗൈഡ് നല്ല രസികൻ ഗൈഡായിരുന്നു. അദ്ദേഹം അങ്ങനെ ഓരോന്നും പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. വേമ്പനാട്ട് കായലിലൂടെ ഉള്ള ഒരു യാത്ര, അതും മറൈൻ ഡ്രൈവിൻ്റെ തീരത്ത് കൂടി അങ്ങനെ കറങ്ങി ഗോശ്രീ പാലം വഴി നമ്മുടെ വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിൻ്റെ അടുത്ത് കൂടിയെല്ലാം പോയി. വളരെ മനോഹരമായൊരു യാത്രയായിരുന്നു. കാണേണ്ടത് തന്നെയാണ്. ആരെങ്കിലും എറണാകുളത്ത് വരുവാണെങ്കിൽ ഇത് സർവീസ് യൂസ് ചെയ്യുക. 1 മണിക്കൂർ നല്ല വിനോദപരമായിട്ട് പോയി കിട്ടും. അങ്ങനെ കായലോരത്തൂടെ നടക്കാനും ഇരിക്കാനും കാറ്റ് കൊള്ളാനും ഉള്ള സൗകര്യത്തിന് പറയുന്ന പേര് മറൈൻ ഡ്രൈവ്. ഇതിൻ്റെ പേര് ഡോക്ടർ അബ്ദുൽ കലാം മാർഗ് എന്നാണ്. മുൻ രാഷ്ട്രപതിയുടെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഇതിൻ്റെ നീളം 3.5 കിലോമീറ്റർ.
ഇന്ത്യയിലെ വേറൊരു മറൈൻ ഡ്രൈവ് അത് ബോംബെയിലാണ്. സാർ ഈ സൈഡിൽ കൂടെ നേരെ പോയ കണ്ട ലാസ്റ്റ് അവിടെ കപ്പല് ചുവന്ന ക്രെയിനെ കാണാം. അത് നമ്മുടെ കൊച്ചിൻ ഷിപ്പ്യാർഡാണ്.